ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. വരും ദിവസങ്ങളിൽ കാര്യസിദ്ധി യോഗവും സൗഭാഗ്യ യോഗവും ഈ നക്ഷത്രക്കാരെ തേടി വരും. ഇന്ന് സൂര്യോദയം മുതൽ ഈ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങളുടെ ദിനങ്ങളാണ്. ചന്ദ്രൻ സൂര്യന്റെ രാശിയായ ചിങ്ങത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ചിങ്ങത്തിലേക്ക് ചന്ദ്രൻ പ്രവേശിച്ചിരിക്കുന്നതിനാൽ സൂര്യചന്ദ്രന്മാരുടെ അനുഗ്രഹം ഈ നക്ഷത്രക്കാരെ തേടി വരും. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധി യോഗവും സൗഭാഗ്യ ലക്ഷ്മി യോഗവും വന്നു ചേരും. ആദിത്യൻ വൃശ്ചികം രാശിയിൽ അനിഴം ഞാറ്റുവേലയിൽ സഞ്ചരിക്കുന്നു. ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിൽ പൂരം മുതൽ വിശാഖം അനിഴം വരെയുള്ള നക്ഷത്രങ്ങളിലാണ്. ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിൽ പൂയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ ധനുരാശിയിൽ പൂരാടം ഉത്രാടം നക്ഷത്രങ്ങളിലാണ്. ബുധൻ വൃശ്ചിക രാശിയിൽ കേട്ട നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ശനി കുംഭം രാശിയിലാണ്. വക്രം കഴിഞ്ഞ് നേർഗതിയായി ചതയം നക്ഷത്രത്തിലാണുള്ളത്. വ്യാഴം ഇടവം രാശിയിൽ വക്രഗതിയിലാണ്. നവംബർ 28-ന് മകയിരത്തിൽ നിന്നും രോഹിണിയിൽ പ്രവേശിക്കുന്നു. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിൽ, കേതു കന്നി രാശിയിൽ ഉത്രം നക്ഷത്രത്തിലും തുടരുന്നു. ഞായർ മുഴുവനും തിങ്കൾ പ്രഭാതം വരെയും മകരരാശിക്കാർക്ക് അഷ്ടമരാശിയാണ്. തുടർന്ന് ബുധൻ സായാഹ്നം വരെ കുംഭരാശിക്കാർക്ക്, അതിനുമേൽ ശനി പുലർച്ചെ വരെ മീനക്കാർക്കും, തദനന്തരം മേടരാശിക്കാർക്കും അഷ്ടമരാശിയാകുന്നു. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അപ്രതീക്ഷിതമായ ഉടച്ചുവാർക്കലുകൾ ഫലം കാണും. പിണക്കങ്ങളെയും വിരോധങ്ങളെയും അവഗണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. പിന്തിരിപ്പൻ എന്ന് തോന്നുന്ന ആശയങ്ങളെ പരിഗണിച്ചേക്കില്ല. മനഃപൂർവ്വം നിസ്സഹകരിക്കുന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് പാഴ്വേലയാകും. നിങ്ങളുടെ പ്രവർത്തന മികവ് അധികാരികളാൽ അഭിനന്ദിക്കപ്പെടുകയും ചെയ്യും. വ്യക്തിപരമായും വളരെയധികം സന്തോഷങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ആഴ്ച കൂടിയാണ്. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുവാൻ സാധിക്കും. ദാമ്പത്തിക സൗഖ്യമുണ്ടാകുന്നതാണ്. കുടുംബത്തിലെ വൃദ്ധജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ശുക്രൻ അനുകൂല നിലയിലാണ്. മനസ്സ് സജീവവും സക്രിയവും ആകും. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ്. പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ആത്മാർത്ഥമായ ശ്രമം നടത്തും. പരമ്പരാഗത സ്വത്തുക്കൾ അനുഭവത്തിൽ എത്തിച്ചേരുന്നതാണ്. ആദിത്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാൽ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. മക്കളുടെ പഠനത്തിലും പ്രവൃത്തിയിലും ശ്രദ്ധ ഉണ്ടാകുന്നത് വളരെയധികം ഉചിതമാണ്. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സ്വസ്ഥതയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ആസന്നമായ കലാമത്സരങ്ങൾക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ കഴിയുന്ന ആഴ്ച കൂടിയാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനും അതിലുപരി അവ പ്രയോജനപ്പെടുത്തുവാനും സന്ദർഭം സമാഗതമാകും. മുൻപ് നിങ്ങൾ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയ കാര്യങ്ങൾ ഇപ്പോൾ വളരെയധികം എളുപ്പത്തിൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ സാധിക്കും. കർമ്മ മേഖലയിൽ ഉന്നതാധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കുന്നതാണ്. ഗാർഹിക രംഗത്ത് അല്പം മനസമാധാനക്കുറവ് വന്നു ചേരും. അച്ഛനും മകനും തമ്മിലുള്ള അനൈക്യമുണ്ടാകുവാൻ ഇടയുണ്ട്. ക്ഷേത്ര ഉത്സവാദി പരിപാടികളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുവാൻ സാധിക്കും. സുഹൃത്ത് ബന്ധങ്ങളിൽ താല്പര്യം കുറയുന്ന ഒരു ആഴ്ച കൂടിയാണ്. വാഹനയാത്രയിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകണം. കരാറുകൾ വ്യവസ്ഥകൾ മനസ്സിലാക്കാതെ ഏറ്റെടുക്കുന്നത് വളരെയധികം ദോഷകരമാകുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ചന്ദ്രൻ ക്ഷീണപക്ഷത്തിലാകുകയാൽ തീരുമാനങ്ങളൊട്ടൊക്കെ ദുർബലങ്ങളാകുവാൻ ഇടയുണ്ട്. യാഥാർത്ഥ്യ ബോധം കൈമോശം വരാതിരിക്കുവാൻ ജാഗ്രത പുലർത്തണം. നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുവാൻ ഇടയുണ്ട്. നിങ്ങൾ ഉറപ്പുള്ള കാര്യങ്ങളിൽ പോലും ഒരു രീതിയിലും മനസ്സുറയ്ക്കില്ല. ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. കുടുംബകാര്യങ്ങൾ വളരെയധികം ചെലവേറുന്നതാണ്. സഹോദരങ്ങളുടെ ജോലിക്കാര്യത്തിനായി യാത്ര ഉണ്ടാകും. വാഗ്ദാനങ്ങൾ പാലിക്കാത്തവരോട് പിണങ്ങുവാൻ ഇടവരുന്ന ഒരു ആഴ്ച കൂടിയാണ്. വിദേശത്ത് വസിക്കുന്ന ആളുകൾക്ക് തൊഴിൽപരമായി വളരെയധികം ആശ്വാസം ഈ ആഴ്ച വന്നു ചേരും. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. ആത്മവിശ്വാസം അല്പം ചഞ്ചലമാകുന്ന ആഴ്ചയാണ്. നിങ്ങൾ മുറുകെ പിടിച്ച പ്രതീക്ഷയ്ക്ക് പതർച്ച വരുന്നതായി തോന്നും. എന്നാലും ന്യായമായ കാര്യങ്ങൾക്ക് ഒരു രീതിയിലും ഭംഗം വരുന്നതല്ല.
വ്യാപാരം വളരെയധികം മെച്ചപ്പെടുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ വാക്കുകൾ പിന്തുടർന്നേക്കും. ഇടയ്ക്കിടെ കടബാധ്യതകളുടെ ഓർമ്മ ഉണ്ടാവേണ്ടതാണ്. പ്രതിമാസ വായ്പാ തിരിച്ചടവുകൾ മുടങ്ങാതെ നോക്കും. എന്നിരുന്നാലും ജീവിതത്തിൻ്റെ സ്വാഭാവിക താളം തുടരപ്പെടുന്നതാണ്. പഠനത്തിലെ ആലസ്യം മാതാപിതാക്കൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കും. വസ്തു വിൽപ്പന നീണ്ടുപോകുവാൻ ഇടയുണ്ട്. പറ്റിക്കാൻ ശ്രമിക്കുന്നവരും ഒപ്പമുണ്ടെന്നത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവേണ്ടതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. മനസ്സ് മാറ്റത്തിന് കൊതിക്കും. എന്നാൽ ആവർത്തനത്തിൽ നിന്നും പ്രതീക്ഷിച്ച വിധം മാറ്റം ഉണ്ടാവത്തില്ല. ഉന്നത അധികാരികളുടെ ക്രമക്കേടുകൾ സഹപ്രവർത്തകരോട് പങ്കുവെക്കുന്നത് വളരെയധികം സൂക്ഷിച്ചാവണം. തന്മൂലം ചില തിക്ത അനുഭവങ്ങൾ വരുവാൻ ഇടയുണ്ട്. സാഹിത്യകാരന്മാർക്ക് രചനയിൽ തടസ്സങ്ങൾ ഉണ്ടാകും. കാലാവസ്ഥയുടെ അനിശ്ചിതത്വം തീർത്ഥാടന യാത്രയെ ബാധിക്കുന്നതാണ്. പണവരവ് വളരെയധികം തൃപ്തിപരമായിരിക്കും. പാഴ്ചെലവുകൾ വളരെയധികം നിയന്ത്രിക്കേണ്ട ഒരു ആഴ്ച കൂടിയാണ്. സംഭാഷണത്തിലെ നിങ്ങളുടെ പാരുഷ്യം കലരും. വൃദ്ധജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ച കൂടിയാണ്. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. സ്വന്തം സംരംഭത്തിന് അഭ്യുദയത്തിനായി നിരന്തരം പ്രയത്നിക്കും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ലൈസൻസും മറ്റും തുടർ ശ്രമങ്ങളിലൂടെ നേടിയെടുക്കുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയ ആശങ്ക നിലനിൽക്കാം. ഔദ്യോഗികവും വ്യക്തിപരവുമായ യാത്രകൾ അനിവാര്യമാകും. സഹപ്രവർത്തകരോട് കൂടുതൽ പിന്തുണ ആവശ്യപ്പെടും. ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായകമായ ഇടക്കാല കോഴ്സുകളിൽ ചേരുവാൻ സാധിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സമയം കണ്ടെത്താവുന്നതാണ്. എതിർപ്പുകളെ തൃണവൽക്കരിക്കും. ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. മനസ്സ് അചഞ്ചലമാകും. ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങും. നക്ഷത്രാധിപനായ ശനി നേർഗതി തുടരുകയാൽ തീരുമാനങ്ങളെല്ലാം വേഗത്തിൽ നടപ്പിലാക്കുന്നതാണ്. മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിക്കാതെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കും. വ്യാപാരത്തിൽ നിന്ന് സാമാന്യമായ ലാഭം വന്നു ചേരും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് കുറച്ചധികം സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതാണ്. പൂയം നക്ഷത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ അമിതമായ വൈകാരിക ക്ഷോഭം ഒഴിവാക്കേണ്ടതാണ്. ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ പാളിച്ചകൾ വന്നു പോകുവാനും ഇടയുണ്ട്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. അപ്രസക്തമായ വിഷയങ്ങൾക്കായി ഒരുപാട് ഊർജം ചെലവഴിക്കേണ്ടി വരും. ലക്ഷ്യബോധമില്ലാതെ യാത്രകൾ നടത്തുവാനിടയുണ്ട്. വസ്ത്രാഭരണാദികൾ പാരിതോഷികമായി ലഭിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ്. ഉന്നത വ്യക്തികളെ പരിചയപ്പെടും. സഹപ്രവർത്തകരായ ആളുകൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കും. ധനകാര്യ മാനേജ്മെൻറ്റ് മാതൃകാപരമായി തുടരുന്നതാണ്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തും. എന്നാൽ ക്രിയാപരത വേണ്ടത്ര ഉണ്ടാകില്ല. വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെയധികം ജാഗ്രത പുലർത്തണം. ബന്ധുമിത്രാദികളോട് കയർത്ത് സംസാരിക്കുവാനും ഇടവരുന്നതാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. ഈ ആഴ്ച മനസ്സിനിണങ്ങിയ അതിഥികളുണ്ടാകും. അഥവാ ആതിഥ്യം സ്വീകരിക്കേണ്ടി വരും. സൽക്കാരവും സംഭാഷണവും നവമായ ഊർജം പകരുന്നതാണ്. ഹൃദയസമ്മർദ്ദം പുഷ്കലമാകും. ഔദ്യോഗികമായി വളരെയധികം തിരക്കേറുന്നതാണ്. സുപ്രധാന ദൗത്യങ്ങൾ വളരെയധികം ഏറ്റെടുക്കേണ്ടി വരും. പലരുടെയും പിന്തുണ നിങ്ങൾക്ക് വന്നു ചേരും. കാര്യസാധ്യത്തിന് ശുപാർശയുമായി എത്തുന്നവരെ നിരാകരിക്കും. വിവാദങ്ങളായ കാര്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. എന്നാൽ അക്കാര്യത്തിൽ വളരെയധികം കരുതൽ വേണ്ട ഒരു ആഴ്ചയാണ്. അനാവശ്യമായ തിടുക്കം ഒഴിവാക്കണം. മകൾക്ക് അല്ലെങ്കിൽ മകന് കലാപഠനത്തിന് അവസരം ഒരുങ്ങുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാർക്ക് നിങ്ങൾ മറന്ന സ്വതസിദ്ധമായ കഴിവുകൾ ഓർമ്മ വരുന്നതാണ്. സമൂഹത്തിൻ്റെ ശ്രദ്ധ നേടുവാൻ സാധിക്കും. അതിനായി കൃത്രിമ വഴികൾ കൈക്കൊള്ളാതിരിക്കുകയാണ് ഉത്തമം. ഗൃഹമോ വാഹനമോ മോടി പിടിപ്പിക്കും. ദാമ്പത്യത്തിൽ സ്വൈര്യവും അസ്വൈര്യവും വന്നു ചേരും. ബന്ധങ്ങളുടെ പവിത്രത നിലനിർത്തുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സാമ്പത്തിക ചെലവുള്ള സംരംഭങ്ങളിൽ പങ്കുചേരുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം. കേതു രണ്ടാം രാശിയിൽ രണ്ടാം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് കള്ളം പറയുവാനോ ചെയ്യുവാനോ പ്രേരണയാകുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. കേതു ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണം. അനാവശ്യമായ തിടുക്കവും ഉത്കണ്ഠയും ഉപേക്ഷിക്കേണ്ടതാണ്. പുതിയ കൂട്ടുകെട്ടുകളിൽ ശ്രദ്ധ വളരെയധികം വേണം. സാമ്പത്തിക ലാഭത്തിനുള്ള വഴികൾ സ്വീകരിക്കുന്നത് അപകടം വരുത്തിവെക്കും. ഔദ്യോഗികമായ ഉയർച്ച എളുപ്പമാകില്ല. ചിങ്ങരാശിക്കാർക്ക് ചെലവ് അധികരിക്കും. കന്നിരാശിക്കാർക്ക് ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാവുന്ന ആഴ്ചയാണ്. ബിസിനസ് യാത്രകൾ കൊണ്ട് മാന്യമായ നേട്ടം വന്നു ചേരും. പ്രണയ ജീവിതത്തിൽ വളരെയധികം സമ്മർദ്ദം ഭവിക്കുവാനും ഇടവരുന്നതാണ്.
അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്ര ജാതകർക്ക് അവസരോചിതമായി പെരുമാറുവാൻ കഴിയുന്നതാണ്. സാമൂഹികമായ സ്വീകാര്യത നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കും. ഗാർഹികമായി സ്വസ്ഥതയുണ്ടാകും. അഭിപ്രായം ശക്തമായി പ്രകടിപ്പിക്കുമ്പോഴും അന്യൻ്റെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്നത് വളരെയധികം ദോഷകരമാണ്. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയുണ്ടാകും. അഭിരുചികൾ വികസിപ്പിക്കുവാൻ സന്ദർഭം സംജാതമാകും. രോഗിതരായ ആളുകൾക്ക് സുഖാവസ്ഥ വന്നു ചേരും. കടബാധകൾക്ക് വളരെയധികം പോംവഴികൾ വന്നു ചേരുന്നതാണ്. അനുബന്ധ തൊഴിൽ കണ്ടെത്തുന്നതിൽ ശ്രമം തുടരേണ്ടി വരും. ആധ്യാത്മിക സാധനങ്ങൾക്ക് നേരം നീക്കിവെക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെയധികം ധനലാഭയോഗമുള്ള വാരമാണ്. കിട്ടുവാനുള്ള പണം കൈവശം വന്നു ചേരും. സഹോദര ആനുകൂല്യം പ്രതീക്ഷിക്കാം. കച്ചവടത്തിൽ നിന്നും വളരെയധികം ആദായമുണ്ടാകുന്നതാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനാൽ സുഹൃത്തുക്കളുടെ ഇടയിൽ വളരെയധികം സ്വീകാര്യതയേറും. തൊഴിൽ അഭിവൃദ്ധി സാമാന്യമായിട്ടാകും. കമ്മീഷൻ ഏജന്റുമാർക്ക് ബിസിനസ് അഭിവൃദ്ധിപ്പെടും. യാത്രകൾ കൂടുന്നതിനാൽ ദേഹസൗഖ്യക്കുറവ് ഭവിക്കും. മട്ടുപ്പാവ് കൃഷിയിൽ ഉത്സാഹമേറുന്നതാണ്. കൃത്യനിഷ്ഠയില്ലാത്തതിനാൽ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ പൂർത്തീകരണം വളരെയധികം വൈകുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ഭാവി കാര്യങ്ങൾ സംബന്ധിച്ച് വേണ്ടപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തും. സാങ്കേതിക കാര്യങ്ങൾ അറിയുവാൻ ശ്രമിക്കുന്നതാണ്. സർക്കാരിലേക്ക് അപേക്ഷ നൽകിയ കാര്യങ്ങൾ ഫലമായി പോകുവാൻ വളരെയധികം കാത്തിരിക്കേണ്ടി വരും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് മടുപ്പുണ്ടാക്കും. എന്നാൽ നവസംരംഭങ്ങൾക്ക് ഗൃഹാനുകൂല്യം ഇല്ലെന്ന കാര്യം മറക്കരുത്. സഹോദരൻ്റെ ഭവനത്തിലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ഉത്കണ്ഠയുണ്ടാകുന്നതാണ്. സുഹൃത്തുക്കളുടെ സമാഗമനത്തിന് മുൻകൈ എടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നതിൽ വളരെയധികം വിഷമിപ്പിക്കും. പല കാര്യങ്ങൾ, പലതരം പ്രവൃത്തി എന്ന മട്ടുണ്ടാകും. വാരാദ്യം ശുഭവാർത്തകൾ ശ്രവിക്കും. കൈവായ്പ വാങ്ങിയ തുക മടക്കി കിട്ടുന്നതാണ്. തിരിച്ചടവുകൾ യാതൊരു കാരണവശാലും മുടങ്ങില്ല. പ്രതീക്ഷകൾ വളരെയധികം ഉയരുമെങ്കിലും തുടർ ദിവസങ്ങളിൽ ഫലം അനുകൂലമാവില്ല. വിരോധികളുടെ പ്രവർത്തനങ്ങളെ തടയുവാൻ വിഷമിക്കും. ഗൃഹത്തിൽ അനൈക്യം പ്രകടമാകുന്നതാണ്. ചൊവ്വയും ബുധനും ചെലവ് അധികരിക്കും. വ്യാഴാഴ്ച മുതൽ മനസമാധാനം വളരെയധികം ഉണ്ടാകും. കച്ചവടക്കാർക്ക് വലിയ തോതിലുള്ള ഓർഡർ ലഭിക്കുവാനും ഇടയുണ്ട്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങൾക്ക് നല്ല ഫലം പ്രതീക്ഷിക്കാം. മനസ്സിൻ്റെ ചാഞ്ചാട്ടം ഒഴിവാക്കേണ്ടതാണ്. ആദിത്യൻ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാൽ ഉറക്കം കുറയും. അനാവശ്യമായ ഉത്കണ്ഠ വളരെയധികം അനുഭവപ്പെടുന്നതാണ്. മത്സരങ്ങൾക്ക് തയ്യാറെടുപ്പ് നടത്തുവാനും സാമ്പത്തികമായി വളരെയധികം സ്വാശ്രയത്വമുണ്ടാകുകയും ചെയ്യും. വായ്പാ തിരിച്ചടവ് വളരെയധികം സുഗമമാകും. ഗവേഷണ പ്രബന്ധത്തിലെ നിരീക്ഷണങ്ങൾക്ക് നല്ല സ്വീകാര്യത കൈവരുന്നതാണ്. രാഷ്ട്രീയ പ്രസ്താവനകളോട് വിയോജിപ്പേറും. കുടുംബാംഗങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കും. തീരുമാനങ്ങളിൽ ഐക്യത പ്രകടമാകുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ സുദൃഢമായി മുന്നോട്ട് പോകുവാൻ വളരെയധികം വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. സുഹൃത്തുക്കളുമൊത്ത് ഉല്ലാസ യാത്ര ആസൂത്രണം ചെയ്യുന്നതാണ്. സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ആഴ്ച കുറഞ്ഞു വരും. ഉദ്യോഗസ്ഥരുടെ തൊഴിൽപരമായ സമ്മർദ്ദങ്ങൾക്ക് വളരെയധികം അയവുണ്ടാകും. മംഗളകർമ്മങ്ങളിലും വിരുന്നുകളിലും കുടുംബസമേതം പങ്കെടുക്കുവാൻ സാധിക്കും. സംഘടനകളിൽ മുറുകെ പിടിക്കുന്ന നിലപാടുകൾ വിമർശിക്കപ്പെടുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ രാശിനാഥനായ ചൊവ്വ നീചസ്ഥിതി ആത്മവിശ്വാസത്തെ ബാധിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. വസ്തുവിൽപ്പനയിൽ കബളിപ്പിക്കപ്പെടാം. വൃദ്ധജനങ്ങൾക്ക് ആരോഗ്യ പരിശോധനകൾക്കുള്ള കാര്യങ്ങൾ ഒരു രീതിയിലും നിങ്ങൾ മടിക്കരുത്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്രക്കാർക്ക് സാഹചര്യം അനുകൂലമാകുകയാൽ ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം സമർത്ഥമായി പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. എന്നാൽ ആദിത്യൻ 12-ലുള്ളതിനാൽ അധികാര സ്ഥാനത്തുള്ളവരിൽ നിന്നും എതിർപ്പുണ്ടാകും. എന്നാൽ ശനിയുടെ നേർഗതി പ്രതികൂലതകളെയെല്ലാം മറികടക്കുവാൻ ശക്തമാക്കുന്നതാണ്. തന്നിലും പ്രായമുള്ള വ്യക്തികൾ നല്ല വാക്കുകൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുവാൻ ഉണ്ടാകുന്നതാണ്. ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകും. ഇവയെല്ലാം വിപുലീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഭൗതികമായ കാര്യങ്ങളെല്ലാം സഫലമാകുന്നതാണ്. വില കൂടിയ പാരിതോഷികങ്ങൾ ലഭിക്കുവാനും സുഖഭോഗം ഉണ്ടാകുവാനും ഇടയുള്ള ആഴ്ചയാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. നിങ്ങൾ കരുതിയതിലും അധികം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന ആഴ്ചയാണ്. ആത്മവിശ്വാസം പല നിലയ്ക്കും വർദ്ധിക്കുന്നതാണ്.
ജോലിക്കാര്യത്തിൽ കുറച്ചധികം അലച്ചിലുണ്ടാകും. നിങ്ങളുടെ മേലധികാരികളുടെ വാക്കുകൾ വളരെയധികം വിഷമിപ്പിക്കുന്നതാണ്. പ്രൊജക്റ്റുകൾ കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പിതാവിന് വൈദ്യസഹായം വേണ്ടിവരും. കുടുംബത്തിൻ്റെ ചുമതലകൾ കൂടുന്നത് മൂലം അല്പം മനക്ലേശമുണ്ടാകും. ഗൃഹനിർമ്മാണത്തിന് സുഹൃത്തുക്കളിൽ നിന്നും ധനവായ്പ ലഭിക്കുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. സാധാരണമായ കാര്യങ്ങളിൽ നേട്ടവും വിജയവും കരഗതമാകും. ഔദ്യോഗിക രംഗത്ത് വളരെയധികം സ്വാധീനമുറപ്പിക്കും. സംഘടനാ കാര്യങ്ങളിൽ തൻ്റെ അഭിപ്രായത്തിലേക്ക് ഒപ്പമുള്ളവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. മാനസികമായി വളരെയധികം സന്തോഷവും സൗഖ്യവും അനുഭവപ്പെടും. കുടുംബകാര്യങ്ങളിൽ ധനുരാശിക്കാർക്ക് ആശ്വാസം വന്നു ചേരും. എന്നാൽ മകരം രാശിക്കാർക്ക് സൗര്യക്കേടിന് സാധ്യതയുണ്ട്. മകൻ്റെ ആവശ്യങ്ങൾ വളരെയധികം ചെലവേറിയതാകും. അവയെല്ലാം നിറവേറ്റുന്നതിൽ വൈമുഖ്യം കാട്ടുന്നത് ചില സംഘർഷങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ ഇടവരും. പണയ വസ്തുവിൻ്റെ തിരിച്ചടവിന് വളരെയധികം ക്ലേശിക്കേണ്ട ഒരു ആഴ്ച കൂടിയാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ നക്ഷത്രനാഥനായ ചന്ദ്രന് പക്ഷബലഹാനി വരുന്നതിനാൽ മനഃശക്തി ദുർബലമാകും. പല കാര്യങ്ങളിലും ഇരട്ട മനസ്സ് മൂലം തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിഞ്ഞേക്കില്ല. യാത്രകൾ കൊണ്ട് നേട്ടം കുറവായിരിക്കും. പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ മടുപ്പുണ്ടാകുന്നതാണ്. ഇങ്ങനെയൊക്കെ മതി എന്ന് ചിന്തിക്കും. പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം തടസ്സങ്ങൾ വന്നു ചേരും. പുതിയ കൂട്ടുകാരെ ലഭിക്കുന്ന ആഴ്ചയാണ്. ഓൺലൈൻ വ്യാപാരത്തിൽ നിന്നും വളരെയധികം മെച്ചമുണ്ടാകും. ക്ഷമയോടെ കാര്യങ്ങളെ വിലയിരുത്തുന്നതിൽ വിജയിക്കണമെന്നില്ല. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. നക്ഷത്ര അധിപനായ ചൊവ്വയുടെ ദുർബലതയാൽ അവിട്ടം നാളുകാർക്ക് കർമ്മഗുണസിദ്ധി കുറയുന്നതാണ്. ലക്ഷ്യത്തിലെത്തുവാൻ ആവർത്തിത ശ്രമങ്ങൾ ആവശ്യമായി വരും. കുടുംബാംഗങ്ങളെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു രീതിയിലും വിജയം എളുപ്പമാകില്ല. മകരരാശിക്കാർക്ക് മേലധികാരിയുടെ പ്രീതി ഉണ്ടാകും. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുന്നേറുവാൻ കഴിയുന്നതാണ്. മത്സരാധിഷ്ഠിത കരാറുകൾ നേടിയെടുക്കുവാൻ സാധിക്കും. കുംഭരാശിക്കാർക്ക് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ ചെറുക്കുവാനും സഹോദരൻ മൂലം നേട്ടങ്ങൾ കൈവരുവാനും സാധിക്കും. റിയൽ എസ്റ്റേറ്റ് വ്യാപാരം വളരെയധികം ധനലാഭം നിങ്ങൾക്ക് നേടിത്തരുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ഈ ആഴ്ച ചില മനക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ പരിഹാരം വന്നു ചേരും. ജീവിതത്തിൻ്റെ സ്വാഭാവികമായ താളം നിലനിർത്തുവാൻ കഴിയുന്നതാണ്. പുതിയ സംരംഭങ്ങൾ മന്ദഗതിയിലാവുന്നതായി തോന്നുവാൻ ഇടവരും. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ഒരു രീതിയിലും ചെവിക്കൊള്ളില്ല. സ്വതസിദ്ധമായ കഴിവുകളിൽ പൂർണ്ണമായ തോതിൽ വിശ്വാസമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് കലാപരമായ കാര്യങ്ങളിൽ തീവ്ര പരിശീലനം തുടരുന്നതാണ്. വഴി സംബന്ധിച്ച തർക്കം, വസ്തു തർക്കം മുതലായവയിൽ വിജയമുണ്ടാകും. ധനവരവ് വളരെയധികം ഉയരുന്ന ആഴ്ചയാണ് ചതയം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകും. തീരുമാനങ്ങളെല്ലാം നീളുവാനിടയുണ്ട്. ക്രമേണ ആശയക്കുഴപ്പത്തിന് സ്വയം പരിഹാരം കണ്ടെത്തും. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട രേഖകൾ, അതുമല്ലെങ്കിൽ അനുമതി പത്രങ്ങൾ എന്നിവ വൈകുവാൻ ഇടവരും. അപരിചിതരുമായി ബിസിനസ് ബന്ധം സ്ഥാപിക്കുന്നത് വളരെയധികം പ്രശ്നങ്ങൾ സമ്മാനിക്കും. ഏജൻസികളിൽ നിന്നും ധനവരവ് വളരെയധികം വന്നു ചേരും. സാമ്പത്തിക പ്രശ്നങ്ങളാൽ നിലച്ച ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ്. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് സകുടുംബ യാത്ര വളരെയധികം പ്രയോജനം നൽകും. ഞായർ മുതൽ ചൊവ്വ വരെ വളരെയധികം മേന്മ കുറയുന്ന ദിവസങ്ങളാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഒന്നിൽ കൂടുതൽ ശ്രമം വിജയത്തിനാവശ്യമായി വരുന്നതാണ്. നിങ്ങളുടെ ആത്മാഭിമാനം ഉപേക്ഷിക്കുവാൻ തയ്യാറാവാത്തതിനാൽ അവസരങ്ങൾ കുറയും. അർഹതയ്ക്കനുസരിച്ചുള്ള പരിഗണന വേണ്ടത്ര കിട്ടിയേക്കില്ല. പ്രതീക്ഷിച്ച ധനം കൈവശം എത്താത്തതിനാൽ ആർഭാടങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കും. പുതിയ തൊഴിലിനായി ശ്രമം തുടരുന്നതാണ്. കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നത് വളരെയധികം സന്തോഷമേകും. മുന്തിയ വാഹനം വാങ്ങുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സുപ്രധാന കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. സംരംഭങ്ങളിലെ മാന്ദ്യം വളരെയധികം മനപ്രയാസമുണ്ടാക്കും. കൂടുതൽ കടം വാങ്ങുന്നത് ആശയക്കുഴപ്പത്തിന് കാരണമാകും. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ വാക്കുകൾ വിഷമത്തിനിട വരുന്നതാണ്. മേലധികാരിയോട് വിശദീകരണം നൽകേണ്ട സാഹചര്യം ഉദയം ചെയ്യാം. ദിനചര്യകളുടെ ക്രമം തെറ്റും. വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെയധികം ജാഗ്രത പുലർത്തണം. എന്നാലും ന്യായമായ കാര്യങ്ങൾക്ക് ഒരു രീതിയിലും ഭംഗം ഉണ്ടാകില്ല. വിദ്യാർത്ഥികൾക്ക് പഠിപ്പിലും കലാമത്സരങ്ങളിലും തയ്യാറെടുപ്പുകൾ നടത്തുവാൻ സാധിക്കും. ദമ്പതികളുടെ പിണക്കം പരിഹൃതമാകും. വിദേശത്ത് കഴിയുന്നവർക്ക് ജോലിയിൽ തടസ്സമുണ്ടാകുവാൻ ഇടവരുന്നതാണ്. സാമ്പത്തികമായി അച്ചടക്കം പാലിക്കുന്നത് വളരെയധികം പ്രധാനമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.